ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ കല്യാണത്തിന് പോയ വീഡിയോ ആണ്. ഡേറ്റ് പറഞ്ഞാൽ മെയ് 20 ഡേറ്റ്. വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനും അച്ചാച്ചിയും അമ്മയും അലങ്കുട്ടനും ചേട്ടായും കൂടിയാട്ടോ പോയത്. ചെറുക്കൻ്റെ പള്ളിയിലെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയത് ഓഡിറ്റോറിയത്തിലാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് മെയിൻ ആണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ ബ്രദർ. ബാക്കി പുറകെ പോകുന്നതെല്ലാം എൻ്റെ കസിൻസാട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. 2 സ്കേർട്ടും ബ്ലൗസും പിന്നെ ഒരു 3-4 ബ്ലൗസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇവരുടെ ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ കാണാൻ വേണ്ടി. അപ്പം എല്ലാവരും കൂടെ ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ചെറുക്കനും പെണ്ണും സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടി. ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ ഒരൊറ്റപ്പിടുത്തമായിരുന്നു. കാരണം നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കൈയെല്ലാം കഴുകിയിട്ട് വന്നപ്പോഴത്തേനും സ്റ്റേജിൽ നല്ല തകർപ്പൻ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മിക്സഡ് സോങ് ഒക്കെ ആയിരുന്നു. അടിപൊളി പാട്ടും അടിപൊളി ഡാൻസും ആയിരുന്നു. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൂടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻസും ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡും ഭയങ്കര സൂപ്പറായിരുന്നേ. പിന്നെ ഈ പോകുന്ന ആൻറ്റി അമ്മയുടെ കൂട്ടുകാരിയാണ്. പിന്നെ ഇത് ചേച്ചി എനിക്കറിയത്തില്ല. പിന്നെ അലങ്കുട്ടൻ ഈ പാട്ടും മേളമൊക്കെ ഭയങ്കര ഹരമാണ്. അതുകൊണ്ട് അമ്മയുടെ പുറകെ എന്നാൽ ഭയങ്കര ഡാൻസും ഭയങ്കര പാട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് ഈ ഒരു ബൊക്കയാണ് കേട്ടോ. ഈ ബൊക്കയ്ക്കകത്ത് പൂ അടിച്ച് മാറ്റാൻ വേണ്ടി ഞാനും എല്ലാം കൂടെ നിൽക്കുവാണേ. ഓരോ പൂ വെച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ ചേട്ടാ ഞങ്ങൾ രണ്ടും വഴക്ക് പറഞ്ഞു. ചേട്ടായും ശാന്തമ്മച്ചിയും വർത്താനം പറഞ്ഞ ഗ്യാപ്പിന് ഞങ്ങൾ രണ്ടും കൂടെ പോയി പൂ അടിച്ച് മാറ്റി. അപ്പം ഞങ്ങളുടെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇതാട്ടോ എൻ്റെ അച്ചാച്ചി. പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാറൊക്കെ ആയ സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം തോന്നിയിട്ട് ഞങ്ങൾ ഈ തണലത്ത് മാറി നിൽക്കുമായിരുന്നു. ആ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഭയങ്കര കാറ്റായിരുന്നു. കുബേര സിനിമയ്ക്കകത്ത് മറ്റേ നമ്മുടെ ഹരിശ്രശോഭന് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണിന് മങ്ങലില്ലേ, പിന്നെ മാലക്കണ്ണോ അങ്ങനെ എന്തോ പറയുമല്ലേ, അതുപോലെ കേട്ടോ എൻ്റെ ഫോണിൻ്റെ കാര്യം. വെയിലത്തിറക്കിയാൽ പിന്നെ എൻ്റെ ഫോണിനൊരു ക്ലാരിറ്റിയും കാണത്തില്ല. എന്തൊക്കെയോ വീഡിയോ എടുത്തു, പക്ഷേ കിട്ടിയതൊക്കെ ഭയങ്കര മങ്ങലായിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഒരു കല്യാണം വന്നാൽ ഭയങ്കര ഓവർ മേക്കപ്പൊക്കെ ആക്കി. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ഒതുങ്ങിപ്പോയി. പിന്നെ ഈ ഡ്രസ്സിനെക്കുറിച്ച് എല്ലാവരും ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഈ ഡ്രസ്സേ. ഇത് ഞാൻ പരാഗി നിർത്തും റണ്ണിങ് മെറ്റീരിയലിൻ്റെ ബിറ്റ് പീസ് ആട്ടോ. മറ്റേ നമ്മുടെ യോക്ക് പോഷനെ കൊടുത്തേക്കുന്നത്. അതത്ര എനിക്ക് 160 രൂപയ്ക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടുന്നത്. ബാക്കിയുള്ള കടകളേക്കാൾ ഇച്ചിരി ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പ്ലെയിൻ നെറ്റ് ആട്ടോ സ്കേർട്ട് പോർഷനെ കൊടുത്തത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ റോസപ്പൂ വാങ്ങിച്ചിട്ട് ചേട്ടാ എനിക്ക് റോസപ്പൂ തന്നു കേട്ടോ. അങ്ങനെ എന്നോടുള്ള സ്നേഹം ചേട്ടാ അറിയിച്ചേ. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ പിന്നെ എടുത്തു. പിന്നെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ ശരിയായില്ല. എന്തോ പണ്ടത്തെ പോലെ ഒന്നും മൂഡ് വരുന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ പോയേക്കാൻ തൊട്ട് ഇവിടെ അവസാനം പിന്നെ പോകാൻ തീരുമാനിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ സ്റ്റെപ്പ് ഇത്രയും വലിയ സ്റ്റെപ്പുള്ള പള്ളിയാണ് കേട്ടോ. കണ്ടാൽ സിമ്പിളാന്ന് തോന്നും, പക്ഷേ നല്ല ടാസ്ക്കായിരുന്നു ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്. പിന്നെ അമ്മേനെ കുറച്ച് സ്റ്റെപ്പ് ഞാൻ പിടിച്ചിറക്കി വിട്ടായിരുന്നു. കാരണം നല്ല കുത്തനെ സ്റ്റെപ്പല്ലേ. ഒരൊറ്റ പോക്കിൽ തന്നെ ഒരു 10-20 സ്റ്റെപ്പെങ്കിലും കാണും. 20 കൂടുതൽ സ്റ്റെപ്പെങ്കിലും കാണും. അടുത്ത ഭാഗം വരുമ്പോൾ നിരപ്പ്. ഇതേ സെയിം അവസ്ഥ തന്നെ അടുത്ത സ്റ്റെപ്പിലും ഇത്ര തന്നെ പടികൾ കാണും. അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ ആരാ ഉണ്ടാക്കിയെന്നൊക്കെ ഓർത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിറങ്ങിപ്പോന്നു. ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പള്ളിയിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും പള്ളി കാണാൻ ഒന്നുകൂടെ ഭംഗിയാകും. എങ്ങനെ ആ സ്റ്റെപ്പൊക്കെ പണിത് പള്ളി കയറിയെന്ന് ആലോചിക്കുന്നത്. പ്രായമുള്ളവരൊക്കെ പള്ളിയിൽ പോകുമ്പം ഈ സ്റ്റെപ്പ് വഴി ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പുറം ഒരു വഴിയുണ്ട്, ആ വഴി കൂടെ ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി അവരുടെ ഊപ്പാട് തീരും. ഞങ്ങളെല്ലാം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് അത്തച്ചി ആ സ്റ്റെപ്പിനിട്ടൊരു നോട്ടം നോക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അങ്ങനെ ഒരു 3-4 സെക്ഷനുണ്ട് ആ സ്റ്റെപ്പിൽ തന്നെ. നോക്കിയപ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചിയും, പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും വഴി തെറ്റി അതുവഴി ഇറങ്ങി വന്നാൽ തോന്നുന്നു. അപ്പുറത്തെ വഴിയുണ്ട് ബസ് പോകാൻ, ബസ്സും പോട്ടെ വണ്ടി പോകാനൊക്കെ. ഇനി ഇതുപോലത്തെ ഒരു 2 സെക്ഷനുകൾ കഴിയണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു തോടും കഴിഞ്ഞ് മുന്നോട്ട് പോകുക കേട്ടോ. അങ്ങനെ അവസാനം ആ കണ്ട കുരിശുള്ളിൽ ഇട വന്നു, കൽക്കുരിശിൻ്റെ ഇട വന്നു. പിന്നെ ബസ് കിട്ടി. പിന്നെ വന്ന ബസ് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കിട്ടിയത്. അങ്ങനെ ഞങ്ങളൊരു സീറ്റിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം പള്ളി, CMS ആംഗ്ലിക്കൻ ചർച്ച്. ഇത് ഞാൻ +2 പഠിച്ച സ്കൂള്, മുക്കാലി NSS സ്കൂളാട്ടോ. അപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്, പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്ത് പോവാട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.